അയോധ്യയിലെ രാമക്ഷേത്ര മേൽക്കൂരയിൽ ചോർച്ചയ്ക്ക് പിന്നാലെ രാമക്ഷേത്രത്തിലേക്കുള്ള റോഡുകളും തകർന്നു. 14 കിലോമീറ്റർ ദൂരമുള്ള രാംപത്ത് റോഡാണ് ഒറ്റ മഴയിൽ തകർന്നത്. രാമക്ഷേത്രം ഉദ്ഘാടനം കഴിഞ്ഞ 6 മാസത്തിനിടെയാണ് സംഭവം. ഇതിന്റെ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, 1600 കോടി രൂപ ചെലവിട്ട് വലിയ മാമാങ്കം പോലെ രാജ്യത്ത് മുഴുവൻ ആകർഷിച്ചാണ് രാമക്ഷേത്രം നിർമ്മിക്കുന്നത്. അതുപോലും 6 മാസം തികയുന്നതിന് മുമ്പ് ചോർന്നൊലിക്കുന്നു. വിമാനങ്ങൾ ആളുകളില്ലാത്തതിനെ തുടർന്ന് റദ്ദാക്കുന്നു. പോരാത്തതിന് കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ്, മഴയിൽ അവിടെ വരുന്ന തീർത്ഥാടകർക്ക് പോലും വരാൻ പറ്റാത്ത വിധം റോഡുകൾ തകരുന്ന അവസ്ഥ. പുറത്തു വരുന്നത് വലിയ അഴിമതിയുടെ കഥകളാണ് എന്നതാണ് ആരോപണങ്ങളായി രാഷ്ട്രീയ ഇന്ത്യ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അജിംഷദ്, കഴിഞ്ഞ ദിവസമാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നു എന്നുള്ള വിവരം അവിടുത്തെ മുഖ്യ പുരോഹിതൻ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. പിന്നീട് ഈ മേൽക്കൂര ചോർച്ച എന്ന നിലയും വളരെയധികം വിവാദമാകുകയും അവിടെ വൻ അഴിമതി ഉണ്ട് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ ആകമാനം കഴിഞ്ഞ ദിവസം കനത്ത മഴയായിരുന്നു. പക്ഷേ ഈ ഒറ്റ മഴയിൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായി നിർമ്മിച്ച രാംപത്ത് റോഡ്, അതായത് ഏകദേശം 14 കിലോമീറ്റർ ദൂരത്ത് ഈ ക്ഷേത്രത്തിന് സമീപമായി ഇതിന്റെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അവിടെ നിർമ്മിച്ച രാംപത്ത് റോഡിന്റെ തകർച്ചയാണ് ഇപ്പോൾ വലിയ വാർത്തയായി യു.പിയിൽ വളരെ വലിയ BJP പ്രതിഷേധത്തിലാകുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് ഈ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർച്ചയ്ക്ക് പിന്നാലെ ഈ ക്ഷേത്രത്തിലേക്കുള്ള റോഡും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. വളരെയധികം ഗർത്തങ്ങൾ, വലിയ കുഴികൾ രൂപപ്പെട്ട ഒരു സാഹചര്യം ഒറ്റ മഴയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. 14 കിലോമീറ്റർ ദൂരത്താണ് ഇത്തരത്തിൽ ഒരു വലിയ തകർച്ച ഉണ്ടായിരിക്കുന്നത്. ആ റോഡുകൾ മാത്രമല്ല, ആ തെരുവുകൾ അടക്കമല്ല തന്നെയും ചെറിയ വഴികൾ പോലും വെള്ളക്കെട്ടിൽ വീഴുന്ന അല്ലെങ്കിൽ വെള്ളക്കെട്ടിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സമീപത്തുള്ള വീടുകളിൽ പോലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് തീർത്തും നിർമ്മാണത്തിലെ പിഴവാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നിർമ്മാണത്തിലെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിലെയും ഉത്തർപ്രദേശിലെ ജൽ നിഗമിലെയും 6 ഉദ്യോഗസ്ഥരെ BJP സർക്കാർ ഇപ്പോൾ യോഗി സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ കരാർ സ്ഥാപകരായ ഇതിന്റെ കരാർ കൊടുത്തിരിക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമായിട്ടുള്ള ഭുവൻ ഇൻഫ്രാകോം എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഈ കമ്പനിക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ യോഗി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു വൻ അഴിമതിയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷമടക്കം രംഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല, ഇത് വൻ അഴിമതിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് നിർമ്മാണം ഈ റോഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംരംഭങ്ങളുടെ കാര്യത്തിലും ഉള്ള അഴിമതികൾ പ്രതിഫലിക്കുകയാണ്. അതാണ് ഈ രാമക്ഷേത്ര ചോർച്ചയെ സംബന്ധിച്ച് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, നേരത്തെ ഈ നീക്കം ചെയ്ത ബാബറി മസ്ജിദ് 300 കൊല്ലമായിട്ട് ചോർന്നിട്ടില്ല, പക്ഷേ ഇപ്പോൾ 6 മാസം കൊണ്ട് ഇത് ചോർന്നൊലിക്കുന്നതിലേക്ക് പോയി. ഇതടക്കം സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളുണ്ട്. അത് മാത്രമല്ല, പ്രതിപക്ഷവും വിവിധ ഇത്തരത്തിൽ മോദി സർക്കാർ ഈ 2 ടേമിൽ നിർമ്മിച്ച പലതും, മറ്റൊരു ഉദാഹരണമാണ് ദില്ലിയിലെ എയർപോർട്ട് പൊളിഞ്ഞു വീഴുന്നത് ചെറിയ മഴയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ രാമക്ഷേത്രത്തിലും അവിടേക്കുള്ള റോഡുകൾ തകർന്നതിലുമൊക്കെ കാണേണ്ടത്. സിബി, ഈ റോഡുകൾ വലിയ ഗർത്തം രൂപപ്പെടുകയായിരുന്നു അല്ലേ? ഈ റോഡുകളിൽ വളരെയധികം ഗർത്തങ്ങൾ രൂപപ്പെടുകയും വലിയ രീതിയിൽ അപകടം ഉണ്ടാകാവുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ഒറ്റ മഴയിലാണ് വെറും 6 മാസം കൊണ്ട് നിർമ്മിച്ച ഈ റോഡുകൾ ഇത്തരത്തിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം, കോടികൾ സിബി ജോസഫാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. അയോധ്യയിലെ രാമക്ഷേത്രവുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉയരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രാമക്ഷേത്രത്തിലേക്കുള്ള റോഡുകൾ ഈ മഴയിൽ ചോർന്നൊലിക്കുന്ന, പൊളിഞ്ഞു മാറുന്ന സാഹചര്യത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നത്. ഈ വലിയ അഴിമതിയാണ്. 6 മാസം കൊണ്ട് തന്നെ റോഡും ക്ഷേത്രങ്ങളുമൊക്കെ ചോർന്നൊലിക്കുന്നതിലേക്ക് പോയത് എങ്ങനെയെന്ന വലിയ രാഷ്ട്രീയ ചോദ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് അഴിമതിയെ മുൻനിർത്തി ഉയരുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് നൽകിയത്.